ക്രൈസ്തവ അവഹേളനത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്ന ഈ നാളുകളിൽ ക്രൈസ്തവ വിശ്വാസികളുടെ അടിയന്തര ശ്രദ്ധ പതിയേണ്ട മറ്റൊരു മേഖലയാണ് സോഷ്യൽ മീഡിയയിലെ ക്രൈസ്തവ അവഹേളനം. അതിന്റെ ഏറ്റവും പുതിയ രൂപമാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടത്. കണ്ണൂർ ജില്ലയിൽ താമസിക്കുന്ന ഒരു അക്രൈസ്തവ യുവാവ് തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ചിത്രത്തിൽ യേശുവിന്റെ തിരുഹൃദയ ചിത്രത്തിലെ മുഖഭാഗം മോർഫ് ചെയ്ത് അവിടെ മറ്റൊരു യുവാവ് സിഗരറ്റ് പുകച്ചു നിൽക്കുന്ന ചിത്രം നൽകിയിരിക്കുന്നു. ഈ വിഷയത്തിൽ കാസ എന്ന ക്രൈസ്തവ സംഘടന ഇടപെടുകയും നിയമ നടപടികൾ സ്വീകരിക്കാൻ ആവശ്യപ്പെട്ട സ്ഥലം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈശോ എന്ന സിനിമയ്ക്കെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈശോയെയും വൈദികരെയും സഭയെയും സന്യസ്തരെയും താറടിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമാവുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെ തുടർച്ചയായി ക്രൈസ്തവ സഭയെ അവഹേളിച്ചുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുടെ പേജുകളിലെ ചിത്രങ്ങളാണ് സ്ക്രീനിൽ കാണുന്നത്. ക്രൈസ്തവ മേലധ്യക്ഷന്മാർ, ധ്യാന ഗുരുക്കന്മാർ, വൈദികർ, സന്യസ്തർ തുടങ്ങി സഭയുമായി ബന്ധപ്പെട്ട സകലരെയും സകലതിനെയും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഈശോ സിനിമ വിഷയത്തിൽ സഭ ശക്തമായി പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും തുടങ്ങിയത് മുതൽ സഭയെ തിരിച്ചടിക്കാൻ ഏറ്റവും നല്ല മാർഗമായി ചിലർ സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കുന്നു എന്നതാണ് വാസ്തവം. ഈശോ സിനിമ വിവാദത്തിൽ സിനിമയുടെ പിന്നണി പ്രവർത്തകരുടെ നിലപാടുകളെ പിന്തുണച്ച് സിനിമാ മേഖലയുടെ പ്രീതി പിടിച്ചു വാങ്ങാൻ വേണ്ടി കള്ളു കുടിച്ച് 3-ാം ദിവസം എഴുന്നേൽക്കുന്നവന് ഈശോ എന്ന് പേരിടാമെങ്കിൽ എന്തുകൊണ്ട് ഒരു സിനിമയ്ക്ക് ആ പേരിട്ടുകൂടാ എന്ന് ചോദിച്ചതിലൂടെ ബിനീഷ് ബാസ്റ്റൻ എന്ന മഹാനടനും പരോക്ഷമായി ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുകയായിരുന്നു. എന്തായാലും ഏതാനും യുവജന സംഘടനകളും നാട്ടുകാരും പ്രതിഷേധവുമായി വീടിന് മുൻപിൽ അണിനിരുന്നപ്പോൾ നമ്മുടെ നായകൻ വീടിനകത്ത് കയറി കതകടച്ച് ഇരുന്നു എന്നതും ചിരിക്ക് വകതരുന്ന മറ്റൊരു കാര്യം. ക്രിസ്തുവിനെയും സഭയെയും സഭയിലെ മറ്റ് സംവിധാനങ്ങളെയും ചിത്രങ്ങളിലൂടെയും അസഭ്യ വാക്കുകൾ ഉപയോഗിച്ചുള്ള പോസ്റ്റുകൾ വഴിയും അവഹേളിക്കുന്ന പ്രവണത ഈ നാളുകളിൽ വളരെ വർദ്ധിച്ചിരിക്കുന്നതിനെ സ്വാഭാവിക പ്രവണത എന്ന നിലയിൽ നോക്കിക്കാണാനാകില്ല. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ അതിനുവേണ്ടി ആരൊക്കെയോ വളരെ ആസൂത്രിതമായി നീക്കങ്ങൾ നടത്തുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മതവികാരം വ്രണപ്പെടുത്തുന്ന രീതിയിലും ക്രൈസ്തവ സഭയെയും ക്രിസ്തുവിനെയും അവഹേളിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് നേരെ വിശ്വാസികൾ തങ്ങളുടെ കണ്ണുകളും കാതുകളും തുറന്നു വെക്കേണ്ട സമയമാണിത്. ഇത്തരം അവഹേളനങ്ങൾക്കെതിരെ ബന്ധപ്പെട്ടവർക്ക് നൽകുന്ന പരാതികളിൽ വേണ്ടത്ര നടപടികൾ ഉണ്ടാകുന്നില്ല എന്നതും ആരോപണങ്ങൾ ഉയരുന്നു. ഈശോ സിനിമ വിവാദങ്ങൾക്ക് മുമ്പ് ചില രൂപതകൾ കൂടുതൽ കുട്ടികളുള്ള കുടുംബങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചപ്പോഴും ക്രൈസ്തവ സഭകളെയും ആ തീരുമാനങ്ങളെയും വളരെ മോശമായ ഭാഷയിൽ ആക്ഷേപിച്ചുകൊണ്ട് ധാരാളം ചിത്രങ്ങളും ലേഖനങ്ങളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു. ഈ ദിവസങ്ങളിൽ ചില യുവജനങ്ങൾ ചെയ്തതുപോലെ ഇത്തരം വിഷയങ്ങൾക്കെതിരെ പ്രതിഷേധിക്കേണ്ടടുത്ത് പ്രതിഷേധിക്കാനും നിയമ നടപടികൾ സ്വീകരിക്കേണ്ടടുത്ത് നിയമ നടപടികൾ സ്വീകരിക്കാനും വിശ്വാസികൾ മുന്നിട്ടിറങ്ങണം. എങ്കിലേ വർദ്ധിച്ചു വരുന്ന സോഷ്യൽ മീഡിയ വഴിയുള്ള ക്രൈസ്തവ അവഹേളനത്തിന് കുറവുണ്ടാവുകയുള്ളൂ എന്നും ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ.